പൊന്നാനിയിലെ ദേശീയപാതയുടെ ടാറിംഗ് പ്രവൃത്തികൾക്ക് ബുധനാഴ്ച തുടക്കമാകും. പൂർണ്ണമായും തകർന്ന ഭാഗങ്ങളിൽ മെറ്റലിട്ട് ലെവലിംഗ് നടത്തുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. അമൃത് പദ്ധതിക്കായി പൊളിച്ച പൊന്നാനിയിലെ പഴയ ദേശീയപാതയിലെ ടാറിംഗ് പ്രവൃത്തികൾക്കാണ് ബുധനാഴ്ച തുടക്കമാവുക. പൊന്നാനി AV ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെ അമൃത് പദ്ധതിക്കായി പൊട്ടിപ്പൊളിച്ചിട്ട റോഡിലാണ് റീടാറിംഗ് നടക്കുക. 5 ദിവസം കൊണ്ട് ടാറിംഗ് പൂർത്തീകരിക്കും. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തകർന്ന പൊന്നാനി നഴ്സിംഗ് ഹോം, തക്വ, കോടതിപ്പടി, ചാണഭാഗത്തെ കുഴികൾ റോഡിന് സമാനമായി മെറ്റലിട്ട് ഉയർത്തി ലെവലിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തിയായിരുന്നു. BM&BC മാതൃകയിൽ റബ്ബറൈസ്ഡ് പ്രവൃത്തികളാണ് നടക്കുക. ഇതിനുശേഷം റോഡരികുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും നടക്കും. PWD NH വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ. 20 കോടി രൂപ ചിലവിൽ തൃക്കണാപുരം മുതൽ പൊന്നാനി വരെയുള്ള പഴയ ദേശീയപാത ടാറിംഗ് പ്രവൃത്തിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് അതിന്റെ ടാറിംഗ് പ്രവൃത്തി യഥാസമയം ആരംഭിക്കാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ദുഷ്കരമാകുകയും യാത്ര ദുഷ്കരമാകുകയും അപകടങ്ങൾ അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രവൃത്തി നമ്മൾ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 20-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ടാറിംഗ് നടക്കുമ്പോൾ ആ പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മുഴുവൻ ആളുകളും അത്തരത്തിലുള്ള സംവിധാനങ്ങളുമായി, പ്രത്യേകിച്ച് താൽക്കാലികമായുള്ള ഗതാഗത നിരോധനം അതല്ലെങ്കിൽ നിയന്ത്രണവുമായി യാത്രക്കാർ സഹകരിക്കണമെന്നാണ് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതാണ്ട് ഒരു 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച് നമ്മുടെ റോഡ് നമ്മളൊക്കെ മനസ്സിൽ കണ്ടതുപോലെ വളരെ സുഗമമായി യാത്ര ചെയ്യാവുന്ന സംവിധാനത്തിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ചമ്രവട്ടം ജംഗ്ഷന് സമീപം വരെ റീടാറിംഗ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ദേശീയപാതയുടെ പുനർനവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തപരമായ സമീപനവും കരാർ കമ്പനിയുടെ അലസതയും മൂലമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. മാസങ്ങളായി റോഡ് തകർന്നതുമൂലം പാതയിൽ അപകടങ്ങളും നിത്യസംഭവമാണ്. നിർമ്മാണം ഉടമ ആരംഭിക്കുമെന്ന് പലതവണ ഉറപ്പുകൾ നൽകിയിട്ടും അധികൃതർ ഇത് പാലിച്ചിട്ടില്ല. നിരന്തര പ്രതിഷേധവും റോഡ് ഉപരോധവും നടന്നിരുന്നു. NCV ന്യൂസ്, പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.